Hi guys, welcome to the first episode of What's Brewing. എൻ്റെ പേര് ഷാസിയൻ ഹാനക്കൽ ആൻഡ് ഇപ്പൊ നമ്മളുടെ കൂടെ ഉള്ളത് നമ്മുടെ ബിലോവഡ് സീനിയർ ആയിട്ടുള്ള അഭിനന്ദ് ആണ്. ഹായ് അഭിനന്ദ്. Hi, സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ബീങ് ഗ്രാജുവേറ്റഡ്. thank you. സോ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഇപ്പം ബിടെക് ലൈഫ് കഴിഞ്ഞു, കോളേജ് ലൈഫ് കഴിഞ്ഞു ആൻഡ് യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ നെക്സ്റ്റ് ലൈഫ് ദാറ്റ്സ് യുവർ ആക്ച്വൽ വേൾഡിലേക്ക് കയറാണ്. സോ ലൈക്ക് ഹൗ യു ഫീൽ? എന്താ ഫീൽ ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ പറയാൻ മാത്രം ഒന്നും ഫീൽ ചെയ്യണില്ല. ലൈക്ക് കോളേജ് കഴിഞ്ഞു, ഇപ്പോൾ വേറൊരു പ്രൊഫഷനിലേക്ക് എത്തി. സോ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രീഡം, നമ്മളിങ്ങനെ കോളേജ് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും, ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പുറത്തേക്ക് പോകും, ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ജോലിക്ക് കയറിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് നമ്മൾ ജോലി കഴിയണോ, ജസ്റ്റ് വീട്ടിലേക്ക് വരണോ, വെറുതെ ഇരിക്കണോ, ആ ട്രാൻസിഷൻ ഭയങ്കര കുറച്ച് ഹാർഡാണ്. Oh, I see. So like ഇപ്പം അപ്പൊ ഒബ്വിയസ്ലി അത് മിസ്സിംഗ് ആണല്ലോ. ഇനിയിപ്പോ ഞങ്ങളിപ്പോ കോളേജ് ലൈഫിൽ ഇപ്പൊ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഫ്രഷേഴ്സ് വരാന്നുള്ളതാണ്. സോ ഇപ്പൊ നമ്മളിപ്പോ ഫ്രഷേഴ്സിന്റെ അടുത്ത് ഇപ്പം ഇപ്പൊ അഭിനന്ദന് ഒരു മെസ്സേജ് പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലൈക്ക് ആസ് എ സീനിയർ ഹു ഹാസ് സ്പെൻഡ് ഹിസ് ടൈം വെരി വെൽ ഇൻ കുസാറ്റ്, വാട്ട് ഡു യു വാണ്ട് ടു കൺവേ? എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് വരാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓപ്പനിലാണ് താമസിച്ച്. പലരും പറയുമ്പോൾ ഇങ്ങനെ കളിയാക്കും. ഓപ്പൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാവർക്കും കോമഡിയാണ്. ഞാൻ ഓപ്പലാണ് ചേർന്ന് രാത്രി 10 മണി 9 മണി കൊണ്ട് കയറണം. അപ്പോൾ പുറത്തുള്ളവരെ കളിയാക്കുന്നെ 9 മണി കയറണം 10 മണി കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു വെച്ചാൽ ഇരിക്കാം, പുറത്തുനിന്ന് പോലെ ആദ്യം ഇങ്ങനെ 9 to 5 കോളേജിൽ പോയല്ല സ്കൂളിൽ പോയിട്ട് 9 to 5 ഇങ്ങനെ ഇരിക്കാറുണ്ട്. കഴിയും, നേരെ വീട്ടിൽ പോകും, വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷെ കോളേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും, വലിയ കുഴപ്പമില്ല. പാരൻസ് നിർബന്ധിച്ചൊന്നുമല്ല, ഞാൻ ചെന്ന് ഓപ്പല്ലെങ്കിൽ ഓപ്പൽ അവിടെ ഇരിക്കട്ടെ, സിംഗിൾ റൂം ഇരിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ കോളേജ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അകത്തിരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പോയി ചില്ലേണ്, കറങ്ങാൻ പോണ്, ചായ കുടിക്കാൻ പോകണമെന്നൊക്കെ ഭയങ്കര വൈബാ. അപ്പം ഞാനിങ്ങനെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ചടച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതിങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ റൂം മാറണേ അവിടെ കോളേജിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അങ്ങനെ ഒരു റൂം മാറി. അപ്പോൾ റൂം മാറി പിന്നെ അൾട്ടിമേറ്റ്ലി ഫ്രീഡായി. ടൈം കഴിഞ്ഞ് എപ്പോഴും പുറത്തിറങ്ങാം, എപ്പോഴും കയറാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. അങ്ങനെ വന്ന സമയത്ത് കുറച്ചുകൂടെ ഭയങ്കര അടിപൊളി കാര്യങ്ങൾ. അങ്ങനെ പുറത്ത് കറങ്ങാൻ പോവും, ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറും, ആരും അനുകരിക്കണമെന്നല്ല, അങ്ങനെ പോവും, നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 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 നമ്മൾ ട്രാൻസിഷൻ വന്ന് ലൈക്ക് ഫൈനൽ എടുത്ത് ഭയങ്കര ചിൽമൂടായി. നമ്മൾ കുറച്ചുകൂടെ ഭയങ്കര അക്കാദമിക് ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കണേക്കാട്ടും ബെറ്റർ നമ്മൾ പുറത്ത് ഹാങ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഹി ഈസ് ലൈക്ക് യൂണിവേഴ്സിറ്റി ടോപ്പറും കൂടി എന്നതാണ് വാക്കുകൾ വരുന്നത്. സോ സെയിങ് ദാറ്റ് ഇപ്പൊ ബേസിക്കലി ഇപ്പൊ അഭിനന്ദ് പറയാൻ ശ്രമിച്ചത് ലൈക്ക് ഫസ്റ്റ് ഇയർ മുതൽ 4th ഇയർ വരെ പോകുമ്പോൾ നമ്മൾ ഒരു അക്കാഡമിക് വൈസ് മാത്രമല്ല ഒരു പേഴ്സണാലിറ്റി ഇവോൾവ്മെന്റ് തന്നെ വരുന്നുണ്ട്. അതെ, നമ്മളെപ്പോഴും ലൈക്ക് എഡ്യൂക്കേഷൻ ബേസിക്കലി നോട്ട് ബുക്സ് മാത്രം പഠിക്കലല്ല. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് PDFs ഉണ്ട്, PPT ഉണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ കേസാട്ടോ പറയണേ, മുന്നേ കേസല്ല, ഇപ്പോഴത്തെ കേസാണ്. അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി എഡ്യൂക്കേഷനെ കൊണ്ട് ഞാനെപ്പോഴും ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റാണ്. ലൈക്ക് നമ്മൾ ആൾക്കാർ സംസാരിക്കുക. അപ്പോൾ കുസായിട്ട് തന്നെ വരുന്ന സമയത്ത് പല ആൾക്കാരുണ്ട്, പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, റിലീജിയൻ വൈസ്, എല്ലാ വൈസ്, ലൈക്ക് ഫൈനാൻഷ്യലി, പിന്നെ സ്കിൽ വൈസ്. ചില ആൾക്കാർക്ക് പഠിത്തത്തിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും, കാൽക്കുലസ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഫുട്ബോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടം. ലൈക്ക് നമ്മൾ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി, ലൈക്ക് ഒരു സൊസൈറ്റി പോലെ തന്നെ. ഇപ്പോൾ ബീങ് ഇൻ എ വിമൻ കോളേജ് മാത്രമാണെങ്കിൽ വിമൻ ലേഡീസിനെ മാത്രമേ അവർ കാണുള്ളൂ. ലൈക്ക് കോളേജിൽ വരുമ്പോൾ നമ്മൾ ലൈക്ക് സൊസൈറ്റീൻ്റെ ഒരു റെപ്ലിക്കയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ചേഞ്ച് എക്സാക്ട്ലി ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. ഭയങ്കര അടിപൊളിയാണ് ആ ഒരു സിസ്റ്റം. ലൈക്ക് അപ്പോൾ നമ്മൾ മാക്സിമം അക്കാദമിക്കിന് പുറമെ ലൈക്ക് നമുക്ക് കൂടുതൽ ടൈമും ഉണ്ട്. ലൈക്ക് 9 to 4 ക്ലാസ് ഉള്ളത്. അപ്പോൾ അത് ഭയങ്കര ടൈം, നമുക്ക് അത് കഴിഞ്ഞാൽ ഭയങ്കര ടൈം കുറേ ഉണ്ട്. ലൈക്ക് ടീച്ചേഴ്സ് ഫോഴ്സ് ചെയ്യില്ല, ക്ലാസ്സിൽ വരണം നിർബന്ധിക്കില്ല. ലൈക്ക് നമുക്ക് ഒരു ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ട്. സോ അത് ഭയങ്കര ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. ഭയങ്കര അടിപൊളിയാണത്. ലൈക്ക് പേഴ്സണാലിറ്റി വൈസ് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ലൈക്ക് ഞാൻ മിസ് ചെയ്ത കാര്യം അതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ കാര്യം അതാണ്. സോ ഞാനൊക്കെ ഫസ്റ്റ് ഇയർ കോളേജ് വന്നിരുന്ന ടൈമിൽ എനിക്കൊക്കെ ലൈക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഫിലിമൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ബിടെക് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് റെസൊണേറ്റ് ചെയ്യുന്ന സപ്ലികൾ വെച്ചിട്ടാണ്. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം ഒരു ബിടെക് സ്റ്റുഡന്റ് ഈ സപ്ലി എന്ന് പറയുന്ന സാധനം അവരുടെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് വരുന്നത്? സപ്ലി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവണതാണ്. ലൈക്ക് ബിടെക്കിൽ പെട്ടെന്ന് വരുമ്പോൾ ഇറ്റ്സ് എ ട്രാൻസിഷൻ, റൈറ്റ്? സോ കുറേ ബുക്കുകൾ നോട്ട് കിട്ടിക്കൊണ്ട സമയത്ത് പെട്ടെന്നായിട്ട് നമുക്ക് നോട്ടൊന്നുമില്ല, ഓൺലി ലെക്ചേഴ്സ്, അതും ഫുള്ളില്ല. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ അങ്ങനെയാണ്, സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്നൊരു നമുക്കൊരു ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആയി പോകുന്നതാണ്. ലൈക്ക് സപ്ലീസ് പലർക്കും ഉണ്ടാവും. ഒരുപാട് പേര് ക്ലിയർ ചെയ്ത്, എൻ്റെ കൂടെ തന്നെ എല്ലാ ഫ്രണ്ട്സൊക്കെ 15 സപ്ലി 17 സപ്ലി എല്ലാം ഉണ്ടായിട്ടും ലൈക്ക് ഫൈനൽ ഇയർ വന്നപ്പോൾ ക്ലിയർ ചെയ്ത ആൾക്കാരാണ്. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യണമെന്നല്ല പറയണേ. ബേസിക്കലി ലെക് ഫാക്ടർ ഉണ്ട്, പഠിക്കുന്ന ഫാക്ടർ ഉണ്ട്, എല്ലാ ഫാക്ടറും ഉണ്ട്.
ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും അങ്ങനെ അങ്ങോട്ട് ആയി പോകുന്നില്ല. എല്ലാവരും ലൈക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ സപ്ലി ഈസിലി ക്ലിയർ ചെയ്യാം. ലൈക്ക് ബേസിക്കലി ഞാനത് പറയാൻ അർഹതാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല. ബേസിക്കലി ഞാൻ സപ്ലി അടിച്ചില്ല, കാരണം ഇറ്റ്സ് എ പാർട്ടാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അപ്രതീക്ഷിതമായി വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അസുഖം വന്നെന്തെങ്കിലും അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്തുണ്ടാവും. ബേസിക്കലി എല്ലാവരും പഠിക്കാനാണ് വരുന്നത്. ബേസിക്കലി തെറ്റുകളുണ്ടാവും, കറക്റ്റ് ചെയ്യാൻ മതി. ഓക്കെ, സോ ലൈക്ക് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ലൈക്ക് നമ്മൾ പ്ലേസ്മെന്റിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് CGP ഒരു ഇഷ്യൂ ആയിട്ട് വരില്ലുണ്ട്. സോ അത് എത്രമാത്രം ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം അത് എഫക്ട് ചെയ്യും എന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? CGPന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് 7 CGP അബവ് ചില കമ്പനീസ് അങ്ങനെ പറയും. ചില കമ്പനീസ് സപ്ലി ഹിസ്റ്ററി പാടില്ല എന്ന് പറയും. ചില കമ്പനീസ് സപ്ലി ഹിസ്റ്ററി കുഴപ്പമില്ല, കാരണം സപ്ലി ഉണ്ടാവരുത്. മോസ്റ്റ് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 അബവ് എല്ലാവർക്കും ഇരിക്കാം. പിന്നെ അവർ ക്ലാസിഫൈ ചെയ്യുന്ന CGP ബേസിക്കലി നോക്കാറില്ല. എക്സാംസ്, അതിന് പ്ലേസ്മെന്റ് എക്സാംസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും. ചില ആൾക്കാർക്ക് HR ഇന്റർവ്യൂ ഉണ്ടാവും, പിന്നെ നമ്മുടെ പഠിച്ച കാര്യങ്ങൾ വെച്ചുള്ള ആ ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ഇതുണ്ടോ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. അങ്ങനെ പല ക്രൈറ്റീരിയ. ലൈക്ക് നമുക്ക് ജസ്റ്റ് എൻറോൾ ആവാം, അല്ലെങ്കിൽ കോളേജിൽ എൻറോൾ ആവുന്ന പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ JE എഴുതണമെങ്കിൽ ഇത്ര % മാർക്ക് വേണം, ലൈക്ക് കുസാറ്റിന് എത്ര % മാർക്ക് വേണം. ലൈക്ക് അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഈ CGPന്റെ കാര്യം. കൂടുതൽ CGP ഉണ്ടെങ്കിൽ അയാൾക്കത് ഇഷ്ടമാണെങ്കിൽ, അയാൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇല്ലെങ്കിലും ലൈക്ക് 7 ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. സോ കുറെ ആൾക്കാർ 8 ആയിട്ടും പ്ലേസ്ഡ് ആയ ആൾക്കാരുണ്ട്. ഓക്കെ, സോ അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ. ലൈക്ക് അപ്പം അഭിനന്ദന്റെ ഒരു പ്ലേസ്മെന്റ് സ്റ്റോറി ഒന്ന് പറഞ്ഞുതരുമോ? ലൈക്ക് യു ഗോട്ട് ക്യാമ്പസ് പ്ലേസ്ഡ്, സോ ലൈക്ക് അതിന്റെ ഒരു പ്രൊസീജിയർ. എന്റെ പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി പ്ലേസ്മെന്റ് പോകണമെന്ന് വിചാരിച്ചല്ല, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന വിചാരിച്ചു. പിന്നെ വിചാരിച്ച് അത്രയും പഠിച്ചില്ല, കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ഒക്കെ നോക്കിയിട്ട് ലൈക്ക് ഇപ്പോൾ പോകുന്ന ഫീൽഡ് ഇഷ്ടമാവുകയാണെങ്കിൽ അതിനായി സ്റ്റഡീസ് ചെയ്യാം. ലൈക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പ്ലേസ്മെന്റിന് ഇരിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ബേസിക്കലി യോജിപ്പില്ല ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ്. ബേസിക്കലി അതൊരു സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. എന്റെ റോള് GET ആണ്, ദാറ്റ് ഈസ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്. അതെന്ന് സംഭവം എന്ന് വെച്ചാൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ കുറെ കമ്പനിയുള്ളിൽ തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടുണ്ട്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഗവൺമെന്റ് ഗ്യാസിഫൈ, ലൈക്ക് എല്ലായിടത്തും CNG ഓർ LNG എത്തണം എന്ന രീതിയിൽ പ്ലാൻ ആണ് ഇത് ബേസിക്കലി. അപ്പോൾ PGNRB എന്നൊരു ബോർഡ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ. ആ ബോർഡ് ഇതുപോലെ ടെൻഡർ വെച്ചിട്ട് ഓരോ GS ജോഗ്രഫിക്കൽ ഏരിയാസ് എല്ലാവർക്കും വേണ്ടി ടെൻഡർ വെക്കും. അപ്പോൾ നമ്മൾ കമ്പനി ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 14 GS ഉണ്ട്. അതിൽ എറണാകുളം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, സൗത്ത് ഗോവ, പ്രയാഗ്രാജ്, അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ സൗത്ത് ഗോവയാണ്. ഓക്കെ, സോ ലൈക്ക് അപ്പൊ ഇപ്പം പറഞ്ഞല്ലോ പ്യൂർലി ഇലക്ട്രിക്കൽ അല്ല എന്നുള്ളത്. സോ ലൈക്ക് വാട്ട് ആർ ദി സ്കിൽസ് ദാറ്റ് യു തിങ്ക് യു ഗോട്ട് ഫ്രം ദർ? അല്ല അതല്ല, ലൈക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു എക്സാം ഉണ്ടാവും. ലൈക്ക് അത് വിൽ ബി നമ്മളെ പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവും, പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. അങ്ങനെ അത് രണ്ടും ക്ലിയർ. അതായത് എക്സാംസ് വലിയ പാടില്ല. ഒരു ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മറ്റേ ക്ലാസ് ഉണ്ടാകാൻ മതി, അല്ലെ പ്ലേസ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് അതിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മെന്റൽ എബിലിറ്റി കാര്യങ്ങളില്ല, ലൈക്ക് ട്രിക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ആപ്റ്റിറ്റ്യൂഡ് എല്ലാം അതിൽ നിന്ന് കിട്ടും. ലൈക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ആഫ്റ്റർ ദാറ്റ് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. ലൈക്ക് ദാറ്റ് ഈസ് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ച സംഭവം വെച്ചുള്ള ഇന്റർവ്യൂ. ലൈക്ക് എന്താ പറയുക, അതിനെ ലൈക്ക് നമ്മുടെ സബ്ജക്ട് ഓറിയന്റ് ആയിട്ടുള്ള. അപ്പൊ ആദ്യം വരുന്ന ആപ്റ്റിറ്റ്യൂഡ്, അതിനുശേഷം ഡിപ്പെൻസ് ആണ് കമ്പനി. നമ്മുടെ IGPL കേസ് ആണെങ്കിൽ സെക്കൻഡ് ഈസ് നമ്മളെ എക്സാം ഇന്റർവ്യൂ പ്യൂർലി ബേസ്ഡ് ഓൺ നമ്മൾ ഇലക്ട്രിക്കൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ലൈക്ക് അതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ചോദിക്കുക മെക്കാനിക്സ് അല്ല, മെഷീൻസ് ഇസ് എ മെയിൻ സബ്ജക്ട്. അധികം പേരും ചോദിക്കണതാ. പവർ ഇലക്ട്രോണിക്സ് ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ എന്നോട് ക്വസ്റ്റ്യൻ വെച്ചാൽ ഡയോഡ് എന്താണ്, ഓംസ് ലോന്റെ ബേസിക് എക്സ്പ്ലനേഷൻ, അങ്ങനെ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് എന്താ പറയുക, നമ്മൾ എത്ര ഗ്രൗണ്ടഡ് ആയിട്ട് ഇത് പഠിക്കണമെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ബി HR ഇന്റർവ്യൂ ആണ് ഭയങ്കര കോമഡി. ഒരിക്കലും നീ എന്തിനാ ഇതിന് വരുന്നത്, നമുക്ക് ഹയർ സ്റ്റഡീസ് പോയാൽ പോരെ, അങ്ങനെ പോയാൽ പോരെ, ഇങ്ങനെ പോയാൽ പോരെ. മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ പിടിച്ചിരിക്കണം. പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് അത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആയാൽ നമുക്ക് ഓഫർ ലെറ്റർ വരും. അത് നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ എൻ്റെ കേസ് സംഭവിച്ചാൽ അവർ ഡയറക്റ്റ് സൗത്ത് ഗോവയ്ക്ക് വിളിച്ചു. ഇപ്പോൾ ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് അല്ല, നമ്മളവിടെ അണ്ടർ നിന്നിട്ട് അവരെ വർക്ക് കൂടെ നമ്മൾ ടേക്ക് പാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അങ്ങനെ. ഓക്കെ, സോ ലൈക്ക് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം ഓൺ ക്യാമ്പസ് അല്ലാതെ തന്നെ നമ്മളിപ്പോ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സും കൂടി ഉണ്ടല്ലോ. അപ്പൊ അത് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ, അതിനെ പറ്റിയിട്ട് ലൈക്ക് എങ്ങനെ അത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ? ഓഫ് ക്യാമ്പസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓഫ് ക്യാമ്പസ് ബേസിക്കലി ഞാൻ കുറെ നോക്കാറ് ലിങ്ക്ഡിൻ ആണ്. പക്ഷെ ലിങ്ക്ഡിൻ ഭയങ്കര ഹാർഡാണ്. ഞാൻ എപ്പോഴും മെയിൽ അയക്കും. ഇങ്ങനെ കുറെ കമ്പനീസ്, സ്നൈഡർ, വോൾവോ, ജനറൽ ഇലക്ട്രിക്കൽ, അങ്ങനെ കുറെ കമ്പനീസ് ഉണ്ട്. ഞാൻ ഓൾവേസ് അപ്ലൈ ചെയ്യും. Siemens എല്ലാം അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ വന്നിട്ട് റിജക്ഷൻ മെയിൽ, യു ആർ റിജക്റ്റഡ്, വി വിൽ ബി ഗോയിങ് വിത്ത് അതർ അപ്ലിക്കൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോമഡിയാണ്.
ഇങ്ങനെ ഒരു സാധനം സെയിം കോപ്പി പേസ്റ്റ് എല്ലാവർക്കും സെയിം സാധനം വരും. അങ്ങനെ എല്ലാം റിജക്റ്റ് ആവും. കാരണം ഒന്നും ചെയ്യാനല്ലോ, ഒരു ജോലി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാത്ത സംബന്ധിച്ചിടത്താകുമ്പോൾ ഒരു കുറച്ചുകൂടെ അവർക്കൊരു മെന്റലി ഒരു പാടായിരിക്കും. ബട്ട് സെറ്റ് ആവും. കുറച്ച് ഹാർഡാണ്. നമ്മുടെ CV ഇമ്പ്രൂവ് ആക്കണം, ഭയങ്കര ഇമ്പ്രൂവ് ആക്കണം, നമ്മൾ കുറേ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവണം. അതൊക്കെയാണ് അവരെ ഹൈലൈറ്റ്. പിന്നെ എക്സ്പീരിയൻസ് ഇസ് എ കീ ഫാക്ടർ എല്ലായിടത്തും. സോ ബേസിക്കലി ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കും പലതും ഉണ്ട്. സോ നമുക്ക് പല ഫ്രഷേഴ്സും നമ്മളെ അപ്രോച്ച് ചെയ്യലുണ്ട്. ആൻഡ് ദേ ആസ്ക് ലൈക്ക് എന്താ ട്രിപ്പിൾ എങ്ങനെയാണ്, എത്ര ബെനിഫിറ്റിംഗ് ആണ് എന്നുള്ളത്. സോ വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദം ആൻഡ് എന്തുകൊണ്ട് ഒരു ജൂനിയർ ട്രിപ്പിൾ എടുക്കണം എന്നൊന്ന് പറഞ്ഞു. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളുണ്ട്. ലൈക്ക് നമുക്കതിൽ കാണാൻ പറ്റുന്നതാണ് ഇലക്ട്രിസിറ്റി. ആർക്കും കാണാൻ പറ്റില്ല, റൈറ്റ്? മെക്കാനിക്കൽ ആണെങ്കിൽ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണ വി കൻ സീ ദാറ്റ്, റൈറ്റ്? വി കൻ ഫീൽ ദാറ്റ് പവർ. ലൈക്ക് ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ. ബട്ട് ഇറ്റ്സ് ടു ഹാർഡ് ടു ഫൈൻഡ് വേർ ഇലക്ട്രിസിറ്റി ഗോസ്, ഹൗ ഇറ്റ് ഗോസ്. ഇത് ബേസിക്കലി ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു നൈസ് ടു സ്റ്റഡി വാട്ട് യു ഗൈസ് ഡോണ്ട് നോ. ലൈക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ നമുക്ക് എല്ലാം അറിയാം, മനസ്സിലായോ? കുറേ കാര്യങ്ങൾ അറിയാലോ, അറിയണേ പിന്നെ പഠിക്കണ്ട. അറിയാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാം, അറിയാൻ വേണ്ടി പഠിക്കുക, ലൈക്ക് അങ്ങനെ പഠിക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ട്രിപ്പിളിലേക്ക് എത്തിയത്. ലൈക്ക് എനിക്ക് ഇലക്ട്രിസിറ്റി അറിയില്ലായിരുന്നു, സോ ഐ ടു ട്രിപ്പിളി. സോ നോ ഐ നോ വാട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹൗ ഇറ്റ് ഗോസ് ഇൻ എ വേ. ലൈക്ക് സിംപിളി എനിക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലൈക്ക് അതറിഞ്ഞാൽ മതി. Electrical is a way. Yeah. So guys, stay tuned for what's brewing next.